യോഹന്നാൻ എഴുതിയ വിശേഷം 6-ാം അധ്യായത്തിന്റെ 41 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5-ാമത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ വരികൾക്കിടയിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. എന്താണ് ആ ചോദ്യം? ഇവൻ യോസേപ്പിന്റെ പുത്രനല്ലയോ എന്നുള്ള ചോദ്യമാണ്. അതേ കേന്ദ്രീകരിച്ചുള്ള വസ്തുതകളാണ്, പാഠങ്ങളാണ് കർത്താവ് ഇവിടെ അവരോട് സംവദിക്കുന്നത്. നമ്മൾ ഒടുവിൽ ചിന്തിച്ചത് കർത്താവ് ഇവരോട് 45-ാം വചനമാണ്, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും. ദൈവത്താൽ ഉള്ള ഉപദേശം അഥവാ പിതാവിനോട്, ദൈവത്തോട് കേട്ട് പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും. ഒരു വ്യക്തി കർത്താവായ യേശുവിൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ ദൈവത്തിൽ നിന്ന് കേട്ട് പഠിക്കണം. ദൈവത്തിൽ നിന്ന് കേട്ട് പഠിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന 6 മുഖാന്തരങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ നമ്മൾ ചിന്തിച്ചത്. ഇതിനിടയ്ക്ക് ഞാനും നമ്മുടെ പ്രിയ ജിജി സഹോദരനും തമ്മിൽ കണ്ടപ്പോൾ ഈ വിഷയം ഞങ്ങൾ ആവർത്തിച്ച് പറയുകയുണ്ടായി. ഒരുപാട് സമയം നമ്മൾക്ക് ചിന്തിക്കാനും സ്വയം ധ്യാനിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും കഴിയുന്ന ആത്മീയ സത്യങ്ങൾ ഈ 6 വിഷയങ്ങളിലുമുണ്ട്. വളരെ സംക്ഷിപ്തമായിട്ടാണ് നമ്മൾ അത് ചിന്തിച്ചത്. അപ്പോൾ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ അതിൻ്റെ 3-ാമത്തെ ഉപാധിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ദൈവത്തിൽ നിന്ന് പഠിച്ചെങ്കിലേ അവർക്ക് കർത്താവിൻ്റെ അടുക്കൽ, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയുള്ളൂ. 1, പിതാവ് കൊടുക്കണം. 2, പിതാവ് ആകർഷിക്കണം. 3, പിതാവിൽ നിന്ന് പഠിക്കണം. ഈ 3 മാർഗങ്ങളിലൂടെയാണ് ഒരു വ്യക്തിക്ക് സത്യത്തെ അഥവാ യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുക. അത് കർത്താവ് വ്യക്തമാക്കുന്ന ഒരു വലിയ അടിസ്ഥാന പാഠമാണ്. തുടർന്ന് കർത്താവ് പറയുകയാണ്, ഇത് നമ്മൾ ഇപ്പം ഇതുവരെ ചിന്തിച്ചതിനോട് കണക്ട് ചെയ്ത് വേണം നമ്മൾ ഇനിയും കർത്താവ് പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്. 46-ാം വാക്യം നോക്കുക. അവിടെ കർത്താവ് പറയുകയാണ്, യേശുക്രിസ്തു പറയുകയാണ്, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ഇത് ഈ പറഞ്ഞ വിഷയത്തോട് ചേർത്ത് കർത്താവ് പറയുകയാണ്. യേശുക്രിസ്തു പറയുന്ന കാര്യം ഒന്ന് നമ്മൾ ഒട്ടും ചിന്ത മാറ്റാതെ അതിൽ കേന്ദ്രീകരിച്ചെങ്കിലേ നമ്മൾക്ക് ഈ പറയുന്ന കാര്യം, കർത്താവ് പറയുന്ന കാര്യം നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താ കർത്താവ് പറയുന്നത്? നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം? കർത്താവിൻ്റെ വചനം കേൾക്കുന്നവർ മാത്രമല്ല, ലോകത്തിലുള്ള സമസ്ത മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലണം. എന്തിന്? അതിൻ്റെ ഉത്തരമാണ് 46-ാം വാക്യത്തിൽ കാണുന്നത്. എന്താ അതിൻ്റെ ഉത്തരം? എൻ്റെ പിതാവിനെ ആരും കണ്ടിട്ടില്ല. പിന്നെ പിതാവിനെ കണ്ടിട്ടുള്ള ഒരാളേ ഉള്ളൂ. ആരാ? പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഞാൻ മാത്രമാണ് പിതാവിനെ കണ്ടിട്ടുള്ളത്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് നോക്കണം. നമ്മൾ വേദപുസ്തകത്തിന്റെ ഒരടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ചോദ്യം വരും, ഇന്നയാള് കണ്ടിട്ടില്ലേ, ഇന്നയാള് കണ്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പല ചോദ്യങ്ങൾ വരും. എന്നാൽ സത്യം എന്താണ്? പിതാവായ ദൈവത്തെ, ദൈവത്തിന്റെ സമ്പൂർണ്ണ മഹത്വത്തിൽ ആരും കണ്ടിട്ടില്ല.
മോശ പോലും കർത്താവിന്റെ മുഖം കണ്ടില്ല. കേട്ടോ, മറന്നു പോകരുത്. മോശ കണ്ടു എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ മോശ പോലും അവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ മുഖം കാണുകയില്ല. കാരണം എൻ്റെ മുഖം കണ്ടിട്ട് ആർക്കും ജീവിച്ചിരിക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ മുഖം പൂർണ്ണമായി ആരും കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുള്ള ഒരാളേ ഉള്ളൂ. ആ ആളെന്ന് പറയാൻ പറ്റുമോ? ആളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യരെ ഉദ്ദേശിക്കുന്നത്. ഒരേ ഒരുവനെ ദൈവത്തെ പൂർണ്ണ അളവിൽ പൂർണ്ണ മഹത്വത്തിൽ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ വേദപുസ്തകം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് വെച്ചോണ്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് ദൈവവചനത്തിലെ സത്യങ്ങൾ പറയാൻ വേണ്ടി കൂടെ. രണ്ടാമത് സാറേ, ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ. പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാം അതെ അതെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. മുഖാമുഖം കണ്ടിട്ടുണ്ടോ? ഉണ്ട്, സംശയമുള്ള കാര്യമല്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരികെ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മനുഷ്യൻ പാപത്തിലേക്ക് വീണ് കഴിഞ്ഞതിന് ശേഷം ദൈവത്തെ മുഖാമുഖം ആരും കണ്ടിട്ടില്ല. ഇനി നമുക്ക് മോശയുടെ കാര്യം തന്നെ 33-ാം അധ്യായമാണ്. ഏത് പുസ്തകമാണെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം. 33-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കി. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന്. ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കില്ല. ഇത് അത്യുന്നതനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാക്കാണ്. പൗലോസ് അപ്പോസ്തലൻ 1 തീമോത്തിയോസ് 6:16 പറയുന്നത്, 1 തീമോത്തിയോസ് 6:16, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവിടെ 2 പ്രയോഗം. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ 1, 2 മനുഷ്യർക്ക് കാണാൻ കഴിയാത്തവൻ. ഉണ്ടോ? മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമാണ് പിതാവായ ദൈവം. യോഹന്നാൻ 1:18, യോഹന്നാൻ സുവിശേഷം 1:18 വാക്യത്തിൽ എന്താ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നമ്മൾ ഈ വചനങ്ങളെല്ലാം ചേർത്ത് എഴുതി വെച്ച് പഠിപ്പിക്കുമ്പോഴും ഈ വചനങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ ആവശ്യമുള്ള. എന്താ ഇതിന്റെ അർത്ഥം? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. വിശേഷം പറയുന്നിടത്ത് നമ്മൾ ഇത് ആവർത്തിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഇനിയും ഞാന് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് വ്യക്തമാക്കാം. എന്തുകൊണ്ട് ദൈവത്തെ കാണാൻ സാധിക്കയില്ല? ദൈവത്തെ കാണാൻ കഴിയാത്തതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. വേദപുസ്തകാടിസ്ഥാനത്തിൽ 3 കാരണങ്ങളുണ്ട്. അതേതൊക്കെയാ? 1, യോഹന്നാന്റെ സുവിശേഷം 4:24. യോഹന്നാൻ 4:24. ഒന്നാമത്തെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? ദൈവം ആത്മാവാകുന്നു. അതുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയില്ല. ദൈവം ആത്മാവാകുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമുക്ക് ആത്മാവുണ്ട് അല്ലേ? മനുഷ്യന് ആത്മാവുണ്ട്. നമുക്കെല്ലാവർക്കും, മനുഷ്യർക്കെല്ലാവർക്കും ആത്മാവുണ്ട്. മൃഗവും ഇതര ജീവജാലങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവയ്ക്ക് ശരീരവും ജീവനുമുണ്ട്. ഇതര ജീവജാലങ്ങൾക്കെല്ലാം ശരീരവുമുണ്ട്, ജീവനുമുണ്ട്. എന്നാൽ മനുഷ്യന് ശരീരവും ജീവനും മാത്രമല്ല, പിന്നെ ആത്മാവും ഉണ്ട്. ഈ ആത്മാവിന്റെ പ്രത്യേകത എന്താണ്?
ആരെങ്കിലും ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മരണസമയത്ത് നമ്മുടെ ആത്മാവ് നമ്മിൽ നിന്ന് വേർവിട്ടു പോകും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? ആത്മാവിനെ കാണാൻ കഴിയുകയില്ല. രണ്ട്, അതിനെ തൊടാൻ കഴിയുകയില്ല. ഞാൻ അതിൻ്റെ മറ്റ് ഭാഷാപരമായിട്ടുള്ള പ്രയോഗങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോവാം. ഒന്ന്, ദൈവത്തെ കാണാൻ കഴിയാത്തതിൻ്റെ കാരണം ദൈവം ആത്മാവായതുകൊണ്ടാണ്. രണ്ടാമത്, ദൈവത്തെ കാണാൻ മനുഷ്യന് കഴിയാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എന്താ? ദൈവം വെളിച്ചമാകുന്നു. ദൈവത്തെ കാണാൻ കഴിയാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം ദൈവം, വേദോസ്തം പറയുക, ബൈബിള് പറയുകയാണ്, ദൈവം വെളിച്ചം ആണ്. അത് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ് അതിനോട് ചേർക്കണം. എന്ന് പറഞ്ഞാൽ കേവലം മെഴുകുതിരി വെളിച്ചമോ മറ്റു വെളിച്ചമോ അല്ല. നമ്മുടെ മുമ്പിൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഇലക്ട്രിക് ബൾബിന്റെ വെളിച്ചമോ അല്ല. പിന്നെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. ഞാൻ അതിന്റെ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നില്ല. ഇത്രയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതിന്റെ ഉദാഹരണങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും. ദൈവത്തെ മനുഷ്യന് ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന വെളിച്ചമായതുകൊണ്ടാണ്. മൂന്നാമത്തെ കാരണം യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ദൈവം സ്നേഹമാകുന്നു. ദൈവത്തെ മനുഷ്യന് നേരിൽ കാണാൻ കഴിയാത്തതിൻ്റെ മൂന്നാമത്തെ കാരണം ദൈവം സ്നേഹമായതുകൊണ്ടാണ്. ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. മോശയും കണ്ടെന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണമായി കണ്ടതല്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇനി നമ്മൾക്ക് നമ്മുടെ പാഠ്യഭാഗത്തേക്ക് മടങ്ങി വരാം. യോഹന്നാൻ 6:46 വരാം. എന്താ അവിടെ? പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? പിതാവിന്റെ ഏകജാതനായ പുത്രനാണ്. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രനാണ് പിതാവായ ദൈവത്തെ കണ്ടിട്ടുള്ളത്. യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു സ്വർഗം വിട്ടു ഭൂമിയിലേക്ക് വന്നു. അതാണ് യോഹന്നാൻ 6-ാം അധ്യായത്തിലെ വിഷയം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന്. പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ വളരെ ലളിതമായിട്ട് സാവകാശം നിർത്തിയാണ് പറയുന്നത്. എന്തിനാണ് യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്? 46-ാം വാക്യം അതിന്റെ 2-ാം ഭാഗം നോക്കിയേ. എന്തിനാ വന്നത്? ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നതിന്റെ കാരണം, ഞാനാണ് ദൈവത്തെ നേരിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തെ അറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ ഒരു മതഗുരുവിന്റെ അടുക്കൽ പോയാലും ദൈവത്തെ പരിചയപ്പെടാൻ കഴിയില്ല. ദൈവം ആരാണ്? ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത്? ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ഇത് നേരിൽ കണ്ട ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നോക്കുക, കർത്താവായ യേശുക്രിസ്തു ഈ കാര്യം വ്യക്തമാക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവിടെ യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കണ്ടില്ലേ? കൃത്യം.
ഞാൻ ഇന്ന് ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം സാന്ദർഭികമായിട്ട് പഠിക്കേണ്ടി വന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതലുണ്ട്. ഒന്ന്, കർത്താവിനോട് അവർ ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോവുകയാണ്? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നീ എവിടെ പോവുകയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 2, നീ എവിടെ പോവുകയാണെന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങൾക്ക് പിന്നെങ്ങനെ അങ്ങോട്ടുള്ള വഴി അറിയുന്നത്? നീ ഇതൊരു വലിയ പഠനം കേട്ടോ, ഇതൊരു വലിയ സന്ദേശം, ഇതൊരു വലിയ മെസ്സേജാ. നീ എവിടോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 2, നീ എവിടോട്ടാ പോകുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള വഴി അറിയത്തില്ല. 3-ാമത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇത്ര നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നിങ്ങൾ പിതാവിനെ, ഫിലിപ്പോസ് ചോദിക്കുക, തോമസാ ചോദിച്ചത്, നീ എവിടെ പോകുന്നു? അങ്ങോട്ടുള്ള വഴി അറിയത്തില്ല. അപ്പോ 2 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. നീ എവിടെ പോകുന്നു എന്ന ചോദ്യമുണ്ട്. 2, അങ്ങോട്ടുള്ള വഴി ഏതാണെന്നുണ്ട്. അടുത്ത ചോദ്യം ചോദിക്കുന്ന തോമസ് അല്ല, ഫിലിപ്പോസാണ്. എന്താ ഫിലിപ്പോസ് ചോദിക്കുന്ന ചോദ്യം? പിതാവിനെ കാണിച്ചു തരണം. ഞങ്ങൾ പിതാവിനെ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി കർത്താവേ. ഓ, എത്ര ആഴമായ ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യമാണ്. ഞങ്ങൾക്ക് ദൈവത്തെ ഒന്ന് കാണിച്ചാണ്. അപ്പോഴാണ് കർത്താവ് തിരിച്ചൊരു ചോദ്യം, ഉത്തരം പറയല്ല, തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. എന്താ? ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും പിതാവിനെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? അപ്പൊ നമ്മൾ യോഹന്നാൻ 6:46 ഈ ഭാഗത്തെ ഒന്ന് കൂട്ടിവെച്ച്, പിതാവിന്റെ അടുക്കൽ നിന്ന് പിതാവായി നിങ്ങളുടെ അടുക്കൽ വന്ന ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവം. സ്തോത്രം. മനസ്സിലായോ? എത്ര അത്യഗാധമായ ഒരു സത്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം കൂടെ ഇതിനോട് കൂടെ ഒന്ന് ചേർത്ത് വയ്ക്കുക. 10-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, ഞാനും പിതാവും ഒന്നാകുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. കണ്ടോ? അപ്പോൾ ഒരു വ്യക്തി യേശുവിനെ കണ്ടെത്തുമ്പോൾ ഇവർ യോസേപ്പിന്റെ പുത്രനാണ് എന്ന്, ഇവൻ യോസേപ്പിന്റെ പുത്രൻ അല്ലയോ എന്ന് ഇവർ ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ കർത്താവ് പറയുന്ന ഉത്തരം കണ്ടോ? അല്ല കുഞ്ഞുങ്ങളെ, ഞാൻ യോസേപ്പിന്റെ പുത്രൻ അല്ല, പിന്നെ ഞാൻ ആരാണ്? സ്തോത്രം. ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ പിതാവായ ദൈവമാണ്. ദൈവത്തിന്റെ പുത്രൻ മാത്രമല്ല, ഞാൻ ആരാണ്? ഞാൻ പിതാവ് തന്നെയാണ്. എന്നെ കണ്ടെങ്കിൽ മാത്രമേ പിതാവിനെ കാണുവാൻ സാധിക്കുള്ളൂ. യോസേപ്പിന്റെ പുത്രനാണ് എന്ന്, ഇവൻ യോസേപ്പിന്റെ പുത്രൻ അല്ലയോ എന്ന് തമ്മിൽ ചോദിച്ചവരോട് പറയുകയാണ്, ഞാൻ യോസേപ്പിന്റെ പുത്രനല്ല, കേവലം മറിയയുടെ പുത്രനല്ല. നിങ്ങൾ കാണാൻ കൊതിക്കുന്ന, നിങ്ങൾ ബന്ധപ്പെടുവാൻ, നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പിതാവാണ് ഞാൻ എന്ന് കർത്താവ് വ്യക്തമാക്കി. സാന്ദർഭികമായിട്ട് 14-ാം അധ്യായത്തിലെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ ഒന്ന് പറഞ്ഞു പോകട്ടെ. നീ എവിടെ പോകുന്നു? തോമസ് ചോദിച്ച ചോദ്യം, നീ എവിടെ പോകുന്നു? ഞങ്ങൾക്കതറിയില്ല, നീ എവിടെ പോകുന്നു? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് 2 ഉത്തരമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആദ്യം പോകുന്ന ക്രൂശിലേക്കാണ്. ഇപ്പോൾ ആ രാത്രി പുലർന്നാൽ, ആ രാത്രി കഴിഞ്ഞ് അടുത്ത പ്രഭാതം പുലർന്നു കഴിഞ്ഞാൽ
അടുത്ത ദിവസം മധ്യാഹ്നമാകുമ്പോൾ യേശു കുരിശിലേക്കാണ് പോകുന്നത്. 2, കർത്താവ് പറഞ്ഞു, പിന്നെയും എനിക്കൊരു പോക്കുണ്ട്. ക്രൂശിലേക്ക് പോകുന്ന ഞാൻ പിന്നത്തേതിൽ നിങ്ങളെ വിട്ടിട്ട് സ്വർഗത്തിലേക്ക് പോകും. സ്തോത്രം. കർത്താവായ യേശു പോകുന്ന ആ ചോദ്യത്തിന്റെ 2 ഉത്തരം, അത് യോഹന്നാൻ സുവിശേഷത്തിൽ വേറെ ഭാഗങ്ങൾ ചേർത്ത് ചിന്തിക്കണം. നമ്മൾക്ക് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കതൊക്കെ പറയാം. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം. 1, ഇപ്പോൾ കർത്താവ് പോകുന്ന സ്ഥലം. 2, ആ സ്ഥലത്തെത്താനുള്ള വഴി ഏതാണ്? ആ വഴിയാണ് കർത്താവ് പറഞ്ഞ, ഞാനാകുന്നു വഴി, ഞാൻ മുഖാന്തരം അല്ലാതെ പിതാവിന്റെ അടുക്ക്. ഇവിടെ വലിയ സുവിശേഷ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ. മണിക്കൂറുകൾ നമ്മൾക്ക് ജനങ്ങളുമായി സംവദിക്കുവാൻ കഴിയുന്ന വലിയ സന്ദേശമാണ്, സുവിശേഷമായി ഇവിടെ കാണുന്നത്. ഞാനാണ് വഴി. എങ്ങനെ യേശു വഴിയായി തീർന്നത്? ഞാൻ ഇപ്പൊ പോകുന്ന ക്രൂശിലേക്കാണ്. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരുവാനുള്ള വഴി ഞാൻ കുരിശിൽ ഒരുക്കാൻ പോകുകയാണ്. പാപമോചനം, രക്ഷ, വിടുതൽ, അത് ഞാൻ കുരിശിൽ ഒരുക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. വഴിയായി തീർന്ന കർത്താവ്, വഴി പറയുകയല്ല, വഴി പറഞ്ഞു തരികയല്ല, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയായി മാറിയ കർത്താവ്, ക്രൂശിൽ ചെന്ന കർത്താവ്, മനുഷ്യവർഗത്തിന് സ്വർഗത്തിലെത്താനുള്ള വഴിയായി തീരുകയാണ്, രക്ഷയുടെ വഴി ഒരുക്കുക. ഇനി 3 ഫിലിപ്പോസിനോട് പറയുന്നതാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാനാണ് വഴി. നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയുന്ന ദൈവവും ഞാനാണ്. ഈ അനുഗ്രഹീതമായ സത്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസിനോട് പറയുന്ന മറുപടിയാണ് നമ്മൾ അവിടെ കണ്ടത്. അതും വലിയൊരു സന്ദേശമാണ്. എല്ലാവരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് പലരെയും കാണാൻ പറ്റും, 2 പേരെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. അപ്പോൾ പിതാവായ ദൈവമാണ് പുത്രനായ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ കഴിഞ്ഞ ആഴ്ച യോസേപ്പിന്റെ ചരിത്രമൊക്കെ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ പകല് അതൊക്കെ ചിന്തിച്ചു. പക്ഷെ അതൊന്നും ഇന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ പഠനത്തിൽ തുടരാം. നമുക്ക് ഈ പോർഷനൊക്കെ ഒന്ന് തീർക്കണമല്ലോ. പിതാവിന്റെ അടുക്കൽ നിന്ന് സാക്ഷാൽ പിതാവായി വന്നവനാണ് കർത്താവ്. പ്രവാചകൻ അത് പറയുന്നുണ്ടല്ലോ അല്ലെ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം എന്താ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന ഭാഗത്ത് ആ പുത്രനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം, അവന് നിത്യപിതാവ് എന്ന് പേരാണ്. അപ്പോൾ യേശു ക്രിസ്തു നിത്യ പിതാവ്. 9:6 അല്ലേ? ഓക്കെ. ഓക്കെ. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 47 മുതൽ ഉള്ള വചനങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന 59 വരെ, 51 വരെയാണ്. എന്നാൽ 47 മുതൽ 58 വരെയുള്ള വചനങ്ങൾ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട്, ഈ ഇത്രയും വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെ ഭക്ഷിക്കുക, അഥവാ കർത്താവായ യേശു പറയുകയാണ് എന്നെ തിന്നണം എന്ന്. എന്തുകൊണ്ട് എന്നെ തിന്നണം? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയർ ആണ്. ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പമാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. 47-ാം വാക്യം നോക്കുക.
47 വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിന്നെ എന്താ, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നമ്മൾ ഈ വായിക്കുമ്പോൾ തന്നെ അതൊന്ന് ചേർത്ത് ഒന്ന് വായിച്ചിട്ട് ഞാൻ പിന്നീട് വിശദീകരിക്കാം. 2, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ചൊരപ്പം തിന്നു. ആ അപ്പത്തിന്റെ പേരെന്താണ്? മന്ന എന്നാണ് അപ്പത്തിന്റെ പേര്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു. കേട്ടോ? ആദ്യം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. രണ്ടാമത് അതിനോട് ചേർത്ത് വെച്ച് കർത്താവ് പറയുകയാണ്, തിന്ന കാര്യമാണ് പറയുന്നത്. എന്താ? സോറി, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു, എന്നിട്ട് അവർ മരിച്ചുപോയി. അവർക്ക് എന്ത് കിട്ടിയില്ല? നിത്യജീവൻ കിട്ടിയില്ല. ഞാൻ വ്യക്തമാക്കാം. അവരപ്പം തിന്നു. ആ അപ്പത്തിന്റെ പേര് നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്വർഗത്തിലെ അപ്പമാണ്. അത് ശക്തിമാന്മാരുടെ അപ്പമാണ്. സങ്കീർത്തനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മന്ന എന്ന് പറയുന്നത് ശക്തിമാന്മാരുടെ അപ്പമാണ്. അത് തിന്നിട്ടും അവർ മരിച്ചുപോയി. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 50 വാക്യം. അതോ തിന്നുന്നവൻ, സോറി, അതോന്നുള്ള വലിയൊരു തെറ്റാണ് ഞാൻ വായിച്ചത്. ഇതോ തിന്നുന്നവൻ, ഏത്? ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ എന്നെ, ഇതോ ഈ അപ്പം തിന്നുന്നവനോ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം ആകുന്നു. കണ്ടോ? കർത്താവ് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുക. ഞാൻ ഈ ഭാഗം ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞു പോവാ. നമ്മളിന്ന് വളരെ വൈകിയാണ് ക്ലാസ് തുടങ്ങിയത്. അതുകൊണ്ട് സമയം നോക്കിയപ്പോൾ ഞാൻ പേടിച്ചുപോയി. പെട്ടെന്ന് സമയം തീരുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഭാരപ്പെടുന്നുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച 3 കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എന്നിൽ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. ഒന്ന്, വിശ്വസിക്കുന്നവന് നിത്യജീവൻ. രണ്ടാമത് പറയുന്നത്, മരുഭൂമിയിൽ പിതാക്കന്മാർ, നിങ്ങളുടെ പിതാക്കന്മാർ നല്ല അപ്പമാണ് തിന്നത്. അത് സ്വർഗത്തിന് കൊടുത്ത അപ്പം തന്നെയാണ്, ശക്തിമാന്മാരുടെ അപ്പമാണ്. പക്ഷെ അത് തിന്നിട്ടും അവർ മരിച്ചുപോയി. അവർക്ക് നിത്യജീവൻ കൊടുക്കാൻ ആ അപ്പത്തിന് കഴിഞ്ഞില്ല. മൂന്നാമത് കർത്താവ് പറയാണ്, ഇതോ, ഏത്? എൻ്റെ ജീവൻ, എൻ്റെ മാംസം. ഈ മാംസം എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ. ഈ മാംസം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന അർത്ഥമല്ല. ആ വാക്യത്തിൽ തന്നെ, ആ വചനത്തിൽ തന്നെ അതുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. അതിന്റെ കാരണം എന്താ? ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. 2 അർത്ഥമുണ്ട് ഇതിന്. എന്താണ് കർത്താവ് നൽകുന്ന മാംസം? ലോകത്തിന്റെ ജീവന് വേണ്ടി കർത്താവ് നൽകുന്ന മാംസം എന്താണ്? ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കൃത്യമായി റെഫറൻസ് ചെയ്യാൻ ഓർക്കുന്നില്ല.
മാംസത്തിന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോവുകയാണ്. എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണം. ഇതാണ് കർത്താവ് പറയുന്നത്. കർത്താവിന്റെ മാംസം, അതിലാണ് ജീവൻ. കർത്താവിന്റെ രക്തം, അതിലാണ് ജീവൻ. അപ്പോൾ മനുഷ്യന് ജീവൻ കിട്ടണമെങ്കിൽ യേശുവിന്റെ മാംസത്തിലും യേശുവിന്റെ രക്തത്തിലും ആശ്രയിക്കണം. 17:11 ലേവ്യ പുസ്തകം 17:11. ഓക്കെ, മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള വചനം. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകും. യെസ്, താങ്ക് യു. അത് പ്രായശ്ചിത്തമാണ്. അതെവിടെ അർപ്പിക്കണം? യാഗപീഠത്തിൽ അർപ്പിക്കണം. അതൊക്കെ വലിയ മാനങ്ങളുള്ള കാര്യമാണ്. നമുക്കിങ്ങനെ ചിന്തിച്ചു പോകാം. അപ്പോൾ മനുഷ്യന് ജീവൻ നൽകുവാൻ ക്രിസ്തുവിന്റെ രക്തവും ക്രിസ്തുവിന്റെ മാംസവും അർപ്പിക്കപ്പെട്ടു. അവിടെയാണ് മനുഷ്യന് ജീവൻ ലഭ്യമാകുന്ന സ്ഥാനം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ മാംസം തിന്നണം, ഈ മാംസം കുടിക്കണം. അതെങ്ങനെ സാധിക്കും? ഞാൻ അതിനായി 3 വാക്യം കൂടെ ചേർത്ത് വായിച്ചത്, വചനങ്ങളോട് ചേർത്ത് വായിച്ചതിന്റെ കാരണം അതാ. എങ്ങനെയാ ഇത് തിന്നുന്നത്? ഇതെങ്ങനെയാ കുടിക്കുന്നത്? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ തിന്നുക കുടിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മാംസം തിന്നുക കുടിക്കുക, അതാണ് 6ാമത്തെ ചോദ്യം. അതിനോട് ബന്ധപ്പെട്ടതാണ് 6ാമത്തെ ചോദ്യം, 52ാമത്തെ വാക്യം. അതാണ് 6ാമത്തെ ചോദ്യം. എന്താ? നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞാൽ, ഇവന്റെ മാംസം നമുക്ക് എങ്ങനെ തിന്നാൻ പറ്റി? എന്താ ഇവൻ പറയുന്നേ? ഇവനൊന്ന് ആവർത്തിച്ച് എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുന്ന കുറ്റബോധത്തോടാ പറയുന്ന കാര്യം. അവര് പറഞ്ഞ വാചകം കൊണ്ട് എഴുതിയിരിക്കുന്നത് ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. സഹോദരങ്ങളെ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ തിന്നുക കുടിക്കുക എന്നുള്ള വാക്കിന് കർത്താവായ യേശുക്രിസ്തു കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ്? സ്തോത്രം, സ്തോത്രം. വലിയൊരാശയമായി ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ കൂടെ ചിന്തിക്കണേ. ഇത് വെച്ചാണ് കത്തോലിക്കർ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ദുരുപദേശം. ആ സഭയുടെ പേര് പറഞ്ഞു ക്ഷമേ, സഭയെന്ന് ഞാൻ പറയുന്നില്ല, ആ സമുദായം. സഭ വേറെയാണ്, ആ സമുദായം അതാണ് കൂടുതൽ ശരി. ആ സമുദായം പഠിപ്പിക്കുന്നത് എന്താണ്? തിരുവത്താഴത്തിലെ അഥവാ കുർബാനയിലെ അപ്പവും വീഞ്ഞും കുടിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ രക്തം കുടിക്കുകയും യേശുവിന്റെ മാംസം തിന്നുകയും ചെയ്യുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ തിരുവത്താഴത്തിൽ പങ്കുകൊണ്ടിട്ടുള്ളവരാണല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, കുരിയാച്ചൻ സഹോദരനും നമ്മുടെ സഹോദരന്മാരെല്ലാവരും സഹോദരിമാരും ഒക്കെ. നിങ്ങൾ ഈ അപ്പം തിന്നിട്ട് അപ്പത്തിന്റെ രുചിയാണോ കിട്ടിയത്, അതോ ഇറച്ചി തിന്നുന്ന രുചിയാണോ കിട്ടിയത്? അപ്പത്തിന്റെ രുചിയാണ് കിട്ടിയത്. അപ്പൊ അത് മാംസമായിട്ട് മാറിയാൽ ഏത് രുചി വരണം? മാംസത്തിന്റെ രുചി. സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഇവരെങ്ങോട്ടാണ് ഈ ജനത്തെ നയിക്കുന്നത്? എത്ര വലിയ ദുരുപദേശമാണിത്! വിഗ്രഹാരാധനയിലേക്ക് ജനത്തെ നയിക്കുകയാണ്. ദുരുപദേശം ഞാൻ അത് പറഞ്ഞു പോയില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ കുറ്റക്കാരനാകും. എന്താ ഈ പറയുന്നത്? ഈ മാംസവും ഈ രക്തവും അല്ലെങ്കിൽ ഈ അപ്പവും ഈ പാനപാത്രവും വീഞ്ഞും ദ്രാക്ഷാരസവും യേശുക്രിസ്തുവിന്റെ ശരീരവും യേശുക്രിസ്തുവിന്റെ രക്തവുമായി മാറുകയും അതിന്റെ മുമ്പിൽ തൊഴുകയോടെ നിന്ന് നമ്മൾ ആ രക്തവും ആ മാംസവും, ഞാൻ പറയുന്ന ഇൻവെർട്ടഡ് കോമയിൽ പറയുന്നത്, അത് നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ ആ അപ്പവും വീഞ്ഞും എന്തായിട്ട് മാറി? വിഗ്രഹമായിട്ട് മാറുകയാണ്. വിഗ്രഹമായിട്ട് മാറുകയാണ്.
ലക്ഷോപലക്ഷം പാവം വിശ്വാസികളെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ച അഹറോന്റെ ഈ സമുദായ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇത് കൊടും പാതകമാണ് പ്രിയപ്പെട്ടവർ. ഞാൻ ഈ 6-ാം അധ്യായത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന്റെ കാരണം ഈ ദുരുപദേശങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി കൂടെയാണ്. നമ്മൾ തിന്നുന്നത് യേശുവിന്റെ മാംസമാണോ, നമ്മൾ കുടിക്കുന്നത് യേശുവിന്റെ രക്തമാണോ? അല്ല, അപ്പമാണ് നമ്മൾ കുടിക്കുന്നത്, വീഞ്ഞാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന തിന്നുക, മാംസം തിന്നുക, രക്തം കുടിക്കുക എന്നുള്ളതിന് PS തമ്പാനോ അല്ലെങ്കിൽ ഷൈജം ബ്രദറോ ജോസാറോ ആരും ഒരു വ്യാഖ്യാനം കൊണ്ടുവരണ്ട. എങ്ങു നിന്നും ഒരു വേദപണ്ഡിതനും, ജോൺ മക്കാർദറും വരണ്ട, മക്ഡൊണാൾഡും വരണ്ട, ആരും വരണ്ട. ഇവിടെ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ തിന്നുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ഈ 3 വചനങ്ങൾ ചേർത്ത് വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. അവിടെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ തിന്നു മരിച്ചു, അല്ലേ? എന്നിട്ട് കർത്താവ് പറയുകയാണ് എന്റെ മാംസം തിന്നണം, എന്നെ തിന്നണം, എന്നെ ഭക്ഷിക്കണം, ഞാനാണ് സാക്ഷാൽ അപ്പം. എന്നെ തിന്നണമെന്ന് പറഞ്ഞിട്ട് കൃത്യം പറയുകയാണ് ഞാൻ ലോകത്തിന് ജീവന് വേണ്ടി കൊടുക്കാനിരിക്കുന്ന എന്റെ ശരീരമാണ്, എന്റെ മാംസമാണ് അത് എന്ന് കർത്താവ് കൃത്യമായിട്ട് വ്യക്തമാക്കുകയാണ്. അവിടെ കർത്താവ് വ്യക്തമായിട്ടത് പറയുക. നോക്കണം. എന്നിട്ടോ എങ്ങനെയാണ് ഇത് തിന്നേണ്ടത്? ഈ തിന്നുക എന്നുള്ള വാക്കുകൊണ്ട്, കുടിക്കുക എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്താണ്? നോക്കുക, 47-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? ഞാൻ സ്ട്രെസ് ചെയ്ത് അത് വായിച്ചതിന്റെ കാരണം ഇപ്പോഴാ വ്യക്തമാണ്. എന്താ 47-ാം വാക്യം? എല്ലാരും നോക്കിക്കേ. എന്താ? ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ മാംസം തിന്നുന്നവൻ എന്ത് കിട്ടുമെന്നാ കർത്താവ് പറഞ്ഞേ? നിത്യജീവൻ കിട്ടുമെന്നാ പറഞ്ഞേ. തിന്നുന്നവന്, എല്ലാരും ദയവായിട്ട് ഞാൻ പറയുന്ന എന്റെ വാക്കിൽ ശ്രദ്ധിക്കണേ, തിന്നുന്നവന് നിത്യജീവൻ കിട്ടും. എന്താ എന്റെ വ്യാഖ്യാനം? 47-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. എന്താ? വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. തിന്നുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? വിശ്വസിക്കുക. സാറേ, തിന്നുക എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് ഉദ്ദേശിച്ചത്? വിശ്വസിക്കുക. സംശയമുണ്ടോ? ദയവ് ചെയ്ത് തിരുവഴുത്തിലെ സത്യങ്ങൾക്ക് നമ്മൾ ആമേൻ പറയുകയാണ് വേണ്ടത്. ദുരുപദേശങ്ങൾ അംഗീകരിക്കാൻ നമ്മൾക്കൊരിക്കലും സാധിക്കരുത്. ഇതൊക്കെ ജനത്തെ പഠിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. 47 മുതൽ 58 വരെയുള്ള വചനങ്ങൾ ഞാൻ പറഞ്ഞു. ആവർത്തിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം എന്താ? നിത്യജീവൻ ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ വലിയ പഠനമാണ്. ഞാൻ ചിലതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആ ഭാഗം ഈ ഭാഗത്ത് നിന്ന് തന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്താ? 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്ന ഇവരുടെ പിതാക്കന്മാർ മന്ന തിന്നു, അവർ മരിച്ചുപോയി. തിന്നവർ മരിച്ചുപോയി. എന്നാൽ
തിന്ന് തന്നെ നിത്യജീവൻ പ്രാപിക്കാം. നിത്യജീവൻ പ്രാപിക്കാൻ തിന്നണം. എന്താ തിന്നേണ്ടത്? അവർ തിന്ന അപ്പമല്ല, പിന്നെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അപ്പം. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്നെ തരാൻ പോകുകയാണ്, എന്നെ നിങ്ങൾ തിന്നണം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ തിന്ന അപ്പം അല്ല, പിന്നെ ജീവൻ നൽകുവാൻ കഴിയുന്ന അപ്പം, അത് നിങ്ങൾ തിന്നണം. ഇനി നോക്കുക, ഇതിനോട് ചേർത്ത് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിടുക. പിന്നെ വായിച്ചാൽ മതി, പഠിച്ചാൽ മതി. ഇത് തിന്നവർ എന്ത് ചെയ്തു? ഇത് തിന്നവര് മുഴുവൻ മരുഭൂമിയിൽ എന്ത് ചെയ്തു? ശവങ്ങളായി വീണു. എന്തുകൊണ്ട് അവർ ശവങ്ങളായി വീണു? ആ ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നീട് ഇത് നോക്കണേ, ഇത് ഹോംവർക്കായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. 40 വർഷം അവർ നിങ്ങളുടെ പിതാക്കന്മാർ എന്റെ പ്രവൃത്തി കണ്ടിട്ടും, കേൾക്കണേ, എന്റെ പ്രവൃത്തി കണ്ടിട്ടും എന്നെ വിശ്വസിച്ചില്ല. മന്ന തിന്നവർ എന്തുകൊണ്ട് മരിച്ചു? ഉത്തരം, വിശ്വസിക്കായിക കൊണ്ട് മരിച്ചു. ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കണ്ടോ? ഇത് തമ്മിൽ നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ വിധത്തിൽ ഇതിനൊരു കണക്ഷൻ ഉണ്ട്, ഇതിനൊരു ബന്ധമുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 40 വർഷം മരുഭൂമിയിൽ നടന്ന ഇസ്രായേൽ ജനം മരിക്കാൻ കാരണം എന്താ? സ്വർഗത്തിലെ മന്ന തിന്നിട്ടും മരിക്കാൻ കാരണം എന്താ? അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജീവിപ്പിക്കുന്നത് എന്താ? തിന്നുന്ന അപ്പമല്ല, പിന്നെ വിശ്വാസമാണ് ജീവിപ്പിക്കുന്നത്. ആ വിശ്വാസം എവിടെയാ? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ക്രിസ്തു എന്ന ജീവന്റെ അപ്പത്തെ ഭക്ഷിക്കൽ. ഭാഷാപരമായ പരിമിതി എനിക്കുണ്ട്. ഞാൻ ഒരു വാക്കൂടെ പറയട്ടെ ഇതിനോട് ചേർത്ത്. ഈ മരുഭൂമിയോട് ബന്ധപ്പെട്ട് ഒരു വാക്കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. മോശയും അഹ്റോനും പോയി ശവമായിട്ട് വീണു. മോശയും അഹ്റോനും പോലും എന്ത് ചെയ്തില്ല? കനാനിൽ കടന്നില്ല. മറിച്ച് ഞാൻ ഈ വാക്ക് കടമെടുത്ത് തന്നെ പറയുന്നു, മരുഭൂമിയിൽ ശവങ്ങളായി വീണു. കാരണം എന്താ? നമ്മൾ നേരത്തെ കണ്ടിട്ടല്ലോ. എന്താ? ജനത്തിന്റെ മധ്യത്തിൽ ജനം വിശ്വസിക്കത്തക്ക വിധം മോശയും അഹ്റോനും ദൈവത്തിന്റെ വചനം വിശ്വസിച്ചില്ല. നിത്യജീവന്റെ നിദാനം എന്താണ്? അതിനുള്ള ഉപാധി ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താ? വിശ്വാസമാണ്. നമുക്ക് അല്പം കൂടെ പുറകോട്ടൊന്ന് പോവാം, മുന്നോട്ട് പോകല്ല, അല്പം കൂടെ പുറകോട്ട് പോവാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. അവിടെ പിശാച് എന്താ പറഞ്ഞത്? സാത്താൻ പറഞ്ഞ എന്താ? നീ തിന്നണം, അല്ലേ? നീ നിശ്ചയം. കണ്ടോ? നീ തിന്ന് എന്ത് ചെയ്യല? മരിക്കുകയില്ല. ദൈവം പറഞ്ഞു എന്താ? ദൈവം പറഞ്ഞു മരിക്കും. ഇനി നമുക്ക്
ഒരല്പം കൂടെ വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, മരിക്കയില്ല എന്ന് ദൈവം പറഞ്ഞപ്പോൾ പിശാചു മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞ് അവരെ ചതിക്കുകയായിരുന്നു ചെയ്തത്. ഇനി നമ്മൾക്ക് നോക്കാം, ആ വൃക്ഷഫലം തിന്നു. ഞാൻ ഏത് വൃക്ഷമാണെന്നൊന്നും പറയുന്നില്ല, വൃക്ഷഫലം തിന്നു. സാത്താൻ പറഞ്ഞ് സത്യമായിരുന്നോ കള്ളമായിരുന്നോ? നിങ്ങൾ പറ. സാത്താൻ കള്ളമാണ്. കള്ളമാണ് പറഞ്ഞത്. പക്ഷേ അവര് തിന്നിട്ട് മരിച്ചോ? കണ്ടോ? അവരാദ്യം ധരിക്കുന്ന എന്താ അവർ ധരിക്കുന്നത്? അവര് ധരിച്ചത് തിന്നു, പക്ഷേ മരിച്ചില്ല. എന്താ അത് കാരണം? അവരുടെ ഉള്ളിൽ ആ ചിന്ത ഉണ്ടാവാൻ കാരണം, ഒരു മരണം നടന്നില്ല. ഏത് മരണം? ആത്മീയമരണമാണ് നടക്കാഞ്ഞ്. ജഡമരണം, ശാരീരിക മരണം നടന്നില്ല. അപ്പോഴും കൈ ചലിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഒളിക്കുന്നുണ്ട്, ഇലയെടുക്കുന്നുണ്ട്, തുന്നുന്നുണ്ട്, വസ്ത്രം ധരിക്കുന്നുണ്ട്. മരിച്ചോ? ഏറെക്കുറെ സാത്താൻ പറഞ്ഞ് സത്യമല്ലേ? ലോകത്തെ സാത്താൻ വഞ്ചിക്കുന്നത് ഇങ്ങനെയാണ്. 2 മരണങ്ങൾ അവൻ മറച്ചു വെച്ചു, ഒരു മരണം മാത്രം അവൻ വെളിപ്പെടുത്തി. ഏത് മരണം? ശാരീരിക മരണം മാത്രം അവൻ സത്യമാക്കി വെച്ചു. ആത്മീക മരണവും 2ാം മരണം നരകവും അവൻ മറച്ചു വെച്ചു. കണ്ടോ? അവിശ്വാസം നിമിത്തം അവർക്ക് സംഭവിച്ചത്, അവർ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവ് വ്യക്തമാക്കുന്നത്. ഇത് കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മരുഭൂമിയിൽ ഇവരുടെ പിതാക്കന്മാർ മന്ന തിന്നത്. മന്ന തിന്നിട്ടും അവർ മരിച്ചു. എന്താ കാര്യം? ഏദനിൽ മരിക്കാൻ കാരണം എന്താണോ അത് തന്നെയായിരുന്നു മരുഭൂമിയിലും മരിക്കാൻ കാരണം. ഏദനിൽ അവിശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചില്ല, ദൈവവചനത്തിൽ വിശ്വസിച്ചില്ല, അവർ മരിച്ചു. മരുഭൂമിയിലും അവർ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു, എന്നിട്ടും ദൈവത്തിൽ വിശ്വസിച്ചില്ല. അവർ ശവങ്ങളായി അവിടെ വീഴുകയാണ് ഉണ്ടായത്. ഇവിടെ നമുക്ക് മടങ്ങി വരാം, നമ്മുടെ പഠനഭാഗത്തേക്ക് മടങ്ങി വരാം. കർത്താവ് പറഞ്ഞു, ആദാമും ഹവ്വയും തിന്നു മരിച്ചു, മരണം അവരിൽ കടന്നു. റോമർ 5:12. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും കടന്നു, ലോകത്തിൽ കടന്നു, മരണം പ്രവേശിച്ചു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു, എന്നിട്ടും അവർ അവിശ്വാസത്താൽ മരിച്ചു. തിന്നു മരിച്ചു. എന്നാൽ കർത്താവ് പറയുകയാണ്, നോക്കണം 50-ാം വാക്യം, ഇതോ തിന്നുന്നവൻ, സ്തോത്രം, ഇതോ തിന്നുന്നവൻ മരിക്കയില്ല, മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാണ്, നീ ഇത് തിന്നണം. 51-ാം വാക്യത്തിൽ അതിന്റെ വിശദീകരണമാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കും എന്ന് പറഞ്ഞാൽ നിത്യജീവനുണ്ട്.
അതിനെന്താ ചെയ്യേണ്ടത്? 47-ാം വാക്യത്തിലേക്ക് മടങ്ങിക്കേ. എന്താ? വിശ്വസിക്കണം. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമേൻ. ഈ അപ്പം തിന്നുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞായറാഴ്ച പോയി കുർബാന പങ്കുകൊള്ളുന്നതല്ല. ഒരിക്കൽ എന്നേക്കുമായി ജീവൻ ലഭിക്കുന്ന അനുഭവമാണ് വിശ്വസിക്കുക. ദൈവവചനം കർത്താവ് പറഞ്ഞ നിലയിൽ തന്നെ, വിധത്തിൽ തന്നെ, അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കണം. കേട്ടോ? പുത്രനിൽ വിശ്വസിക്കുക. ഇനിയും നമ്മൾക്ക് ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പം, 51-ാം വാക്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. സാധാരണ നമ്മുടെ ക്ലാസ്സിൽ പങ്കുകൊള്ളുന്നവര് സാധാരണ ഉപയോഗിക്കുന്ന ഇങ്ക് കൂടാതെ റെഡും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. പെന്ന് റെഡിങ്ങുള്ള ചുവന്ന മഷിയുള്ള പേന കൂടെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്കിന്റെ അടിയില് ചുവന്ന മഷി ഉണ്ടെങ്കിൽ ചുവന്ന മഷിക്കൊന്ന് അടി വരച്ചേരെ. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പം. ഞാൻ ഒരുപാട് സന്തോഷിച്ച 2 പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. ഇറങ്ങി വരവ് കൊണ്ട് തീർന്നില്ല. പിന്നെ ഇറങ്ങി വന്നു. ഇനി എന്താ ചെയ്യണം? ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പം. അത് പെസഹായുടെ രാത്രിയില് കർത്താവ് എടുത്ത് നുറുക്കിക്കൊടുത്ത അപ്പം അല്ല. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിൽ ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു. എന്റെ കർത്താവിന് മഹത്വം. ഞാൻ ഈ മഹത്വമൊക്കെ പറയുമ്പോൾ, സ്തോത്രമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, എന്തോ അതിന്റെ പിമ്പിൽ ഒരു രഹസ്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവിൻ്റെ മാംസം. തൊട്ടു താഴെ രക്തത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ചിന്തിക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യം, യേശുക്രിസ്തുവിന് രക്തവും മാംസവും ഉണ്ടായിരുന്നു. ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന് രക്തവും മാംസവും ഉണ്ടായിരുന്നോ? വല്ലാത്ത ചോദ്യം. ഇല്ല. ഇല്ല. സ്തോത്രം. സ്തോത്രം. എന്തിനാ അപ്പൊ ഈ മാംസവും രക്തവും സ്വീകരിച്ചത്? എന്തിനാ പ്രിയപ്പെട്ടവരെ മാംസവും രക്തവും സ്വീകരിച്ചത്? എന്റെ ഹൃദയം വളരെ സന്തോഷിച്ചോണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. യോഹന്നാൻ 6-ൽ 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ക്ലിയർ. മലയാളം ബൈബിളിൽ 6-ാം അധ്യായത്തിൽ മാംസം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആ 6-ാം അധ്യായത്തിൽ മലയാളത്തിൽ മാംസം എന്ന് പറഞ്ഞിടത്തെല്ലാം എന്താ എഴുതിയിരിക്കുന്നത്? ഫ്ലഷ്, ഫ്ലഷ് ആൻഡ് ബ്ലഡ്. മാംസവും രക്തവും. എബ്രായ ലേഖനം 2:14 നോക്കിയേ. മക്കൾക്ക് എന്തുണ്ട്? ഇത് ഇങ്ങനെ അങ്ങോട്ട് കട്ടിയാക്കി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല. എന്താ?
മക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. എനിക്കും ഷൈജം ബ്രദറിനും നമുക്കെല്ലാം എന്തുണ്ട്? ജഡമുണ്ട്, ശരീരമുണ്ട്, ഫ്ലഷ് ഉണ്ട്, മാംസമുണ്ട്. മാംസമുണ്ട്, പിന്നെന്തുണ്ട്? രക്തമുണ്ട്. നമ്മൾക്ക് മാംസവും രക്തവും ഉള്ളത് കൊണ്ട് ദൈവം ആരാകണം? ആത്മാവായ ദൈവം നമ്മളെപ്പോലെ മാംസവും എങ്കില് മനുഷ്യവർഗത്തിന് ജീവൻ കൊടുക്കാൻ പറ്റൂ. ഇതേ കാര്യം 10-ാം അധ്യായം എടുത്ത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്താ? എന്നാൽ ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നിടം വരെ യേശുക്രിസ്തുവിന് ഒരു ശരീരമില്ലായിരുന്നു. മറിയയുടെ ഉദരത്തിൽ ഒരു ശരീരത്തോടുകൂടെ യേശു പിറന്നത്, ഉണ്ണിയേശു പിറന്നത് മാംസത്തോടും രക്തത്തോടും കൂടെ സാക്ഷാൽ ദൈവം, ജഡവും മാംസവും ഇല്ലാത്ത സാക്ഷാൽ ദൈവം മാംസവും രക്തവും സ്വീകരിച്ചു. എന്തുകൊണ്ട്? എനിക്കും നിങ്ങൾക്കും മാംസമുണ്ട്, രക്തവുമുണ്ട്. അതുകൊണ്ട് നമ്മളോട് താതാത്മ്യം പ്രാപിക്കുവാൻ, നമ്മളുമായി പൊരുത്തപ്പെടുവാൻ, നമ്മളുമായി ഒന്നായി തീരുവാൻ ദൈവം 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 ആത്മാവായ ദൈവം, സ്തോത്രം, എന്ത് ചെയ്തു? മാംസവും രക്തവും സ്വീകരിച്ചു. നമ്മുടെ മാംസവും യേശുക്രിസ്തുവിന്റെ മാംസവും, നമ്മുടെ രക്തവും യേശുക്രിസ്തുവിന്റെ രക്തവും തമ്മിൽ സാരതരമായ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താ? യേശുവിന്റെ ശരീരത്തിൽ അഥവാ മാംസത്തിൽ, ജഡത്തിൽ പാപമില്ലായിരുന്നു. നമ്മുടെ ജഡത്തിൽ പാപമുണ്ട്. ഇനി നമ്മുടെ രക്തവും യേശുക്രിസ്തുവിന്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മുടെ രക്തം ആദാമ്യ രക്തം, പാപം കലർന്ന രക്തം. യേശുവിന്റെ രക്തം യോസേപ്പിന്റെ രക്തമായിരുന്നില്ല. കേട്ടോ? പാപരഹിതമായ ശരീരം, പാപരഹിതമായ രക്തം. സ്തോത്രം. ഇവിടെ ചിന്തിക്കണേ. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, തല അടച്ചു പൂട്ടി ഇടരുത്. ഒന്ന് തുറന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തിനാണ് ഈ മാംസവും രക്തവും യേശുക്രിസ്തു സ്വീകരിച്ചത്? ഞാൻ പറയാം. ചുവന്ന അക്ഷരത്തിൽ, ചുവന്ന മഷി കൊണ്ട് എഴുതി വെച്ചോ. ദൈവമായിരുന്നു കൊണ്ട് മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ദൈവം മാംസം സ്വീകരിക്കാതെ, ദൈവം രക്തം സ്വീകരിക്കാതെ മനുഷ്യന്റെ പാപമോചനം സാധ്യമല്ല. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന എന്റെ മാംസം, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന എന്റെ രക്തം, കാൽവരിയിലെ ക്രൂശിലേക്ക് ഒരു നിമിഷം, ഒരു ഗ്ലിംസ്, ഒരു ചെറിയ നോട്ടം നമ്മൾക്ക് ഇന്ന് രാത്രിയിൽ അങ്ങോട്ടൊന്ന് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. എന്താ? ആത്മാവില്ലാത്ത ദൈവത്തിന്റെ ശരീരം, ദൈവം സ്വീകരിച്ച ശരീരം ആ മരക്കുരിശിൽ കിടക്കുകയാണ് അർത്ഥനഗ്നനായി. ഒരു ശരീരം,
ഒരു മാംസപിണ്ഡം ഞാൻ കൊടുക്കുവാനിരിക്കുന്ന എന്റെ മാംസം എന്ന് പറഞ്ഞുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന യേശുവിന്റെ മാംസം, യേശുവിന്റെ ശരീരം. ആ ശരീരത്തിൽ എന്ത് സംഭവിച്ചു? റോമർ 8:3 കുറിച്ചോ? റോമർ 8:3 ദൈവം എന്ത് ചെയ്തു? യേശുക്രിസ്തുവിന്റെ ശരീരത്തെ എന്ത് ചെയ്തു? നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തി. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ ദൈവം പാപമാക്കി. ആ ശരീരം പാപം ചുമന്നു പാപമാക്കപ്പെട്ട് കുരിശിൽ കിടന്നു. ആ പാപത്തിന്റെ ശിക്ഷ ദൈവം യേശുവിന്റെ മേൽ ഇറക്കി. പോരാ, യേശു നമ്മുടെ പകരക്കാരനായി തന്റെ ശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷയായ നരകം അനുഭവിച്ചാൽ മാത്രം പോരാ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇനി എന്ത് ചെയ്യണം? രക്തം ചൊരിയണം. ഒരു പടയാളി അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി, രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇനി അവിടെ രക്തമില്ല, അവസാനത്തുള്ളി രക്തം വരെ. എന്തിനാ? 1 യോഹന്നാൻ 1:7 ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന്. അപ്പോൾ മാംസവും തന്നു, പിന്നെ രക്തവും. യേശു കർത്താവിന്റെ മാംസവും രക്തവും നമ്മൾക്ക് വേണ്ടി. അതാണ് ഇവിടെ ചുവന്ന മഷിക്ക് അടിവരയിടാൻ ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം. പെസഹയുടെ രാത്രിയിൽ അപ്പം എടുത്തിട്ട് പറഞ്ഞെന്താ? നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന എന്റെ ശരീരം. പാനപാത്രം എടുത്തിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തം. യേശുവിന്റെ മാംസം നമുക്ക് തന്നോ? യേശുവിന്റെ രക്തം നമുക്ക് തന്നോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ മാംസം തിന്നണം, ആ മാംസം കുടിക്കണം. എങ്ങനെ? സ്തോത്രം. ഈ കുരിശു മരണത്തിൽ ആര് വിശ്വസിക്കുന്നു അവർക്ക് നിത്യജീവനുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിർത്താൻ ഞാൻ നിർബന്ധിതനാകുന്നു. ഈ ഭാഗം മുഴുവനായിട്ട് നമ്മൾക്ക് ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇവിടെ നിർത്തിയേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദുരുപദേശക്കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് സത്യവിശ്വാസത്തിലേക്ക് നമ്മൾക്ക് വരാം. ആ കുരിശിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് നമ്മൾക്ക് ഓർക്കാനും പറയാനുമുള്ളത്, ശരീരമില്ലാത്ത, രക്തമില്ലാത്ത ആത്മാവായ ദൈവമേ, എനിക്ക് വേണ്ടി മാംസം സ്വീകരിച്ച്, എനിക്ക് വേണ്ടി രക്തമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് കുരിശിൽ മരിച്ച്, സ്തോത്രം, ഏദനിൽ തിന്നു മരിച്ചു, അല്ലേ? തിന്നു മരിച്ചു. എന്നാൽ സ്തോത്രം, എബ്രായർ 2:14-15 മരണത്തിന്റെ അധികാരിയായ, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്തേ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കിക്കളഞ്ഞിട്ട് മരണത്തിൽ നിന്ന് നമ്മളെ നിത്യജീവനിൽ പറിച്ചു നട്ടത് അൽവരിയിലെ കുരിശിലെ യേശു കർത്താവിന്റെ ഏൽപ്പിച്ചു തരലാണ്. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന എന്റെ മാംസം. ഇന്ന് രാത്രി നമ്മൾക്ക് ആ വലിയ സ്നേഹത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാം. നമ്മുടെ കൈകൾ കൂപ്പി തലകൾ നമിച്ച് ഹൃദയത്തിൽ നിന്ന് വലിയൊരു സ്തോത്രം പറഞ്ഞ് നമ്മുടെ കർത്താവിനെ നമ്മൾക്ക് ആരാധിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ.